ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചെനാഗിതീര നല്ല ഇരിക്കുങ്കള. ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടകളിലൊന്നായ കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലോസ് കോട്ടയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാസ റോഡിൽ നിന്ന് ഗവൺമെൻറ് ആശുപത്രി ഭാഗത്തേക്ക് പോയാൽ ആശുപത്രിക്ക് തൊട്ട് മുമ്പേ വലത്തോട്ടൊരു റോഡുണ്ട്. ആ റോഡിലേക്ക് തിരിഞ്ഞ് ഒരു 500 മീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് കോട്ട എത്തുക. ഇവിടേക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു വലിയ കിടങ്ങിന് മുകളിലുള്ള പാലത്തിലൂടെയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കേണ്ടത്. ഈ കിടങ്ങിൽ നിറയെ വെള്ളമുണ്ടാവും. വെള്ളത്തിൽ ചിലപ്പോൾ ഭീമാകാരനായ മുതലകളുമുണ്ടാവും. അനധികൃതമായി കോട്ടയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പടമാവും എന്നർത്ഥം. ഇത്തരം കിടങ്ങുകൾ കോട്ടയുടെ സംരക്ഷണ കവചമായിട്ടാണ് അറിയപ്പെടുന്നത്. കച്ചവടത്തിൽ തുടങ്ങുകയും പിന്നീട് സൈനിക അധിനിവേശത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കോട്ടയുടെ ചരിത്രം. സർവത്ര നിഗൂഢതകളാണ് ഇത്തരം കോട്ടകളുടെ പ്രത്യേകത. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നേരിയ ഒരു ഭയം പെരുവിരൽ നിന്ന് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നതായി തോന്നാം. അതിൻ്റെ ആക്കം കൂട്ടാനായി പലയിടങ്ങളിലായി വലിയ പീരങ്കികൾ നമ്മെ കുറിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇടതുവശത്ത് വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. 25 രൂപ ഫീസ് കൊടുത്ത് നേരെ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാം. മഴക്കാലമായതിനാൽ കാട് കയറിയ ചില ഭാഗങ്ങൾ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന രേഖാചിത്രങ്ങളിലൊന്ന് കണ്ണൂർ കോട്ടയാണ്. കണ്ണൂർ കോട്ടയ്ക്ക് അസാമാന്യ തലയെടുപ്പും ഗാംഭീര്യവുമുണ്ട്. കോട്ട കൊത്തളങ്ങൾ അധിനിവേശത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാലും നാം അവയെ ആദരവോടെ ചരിത്ര സ്മാരകങ്ങളായി സംരക്ഷിച്ചു പോരുന്നു. അറബിക്കടലിനെ തൊട്ടുരുമ്മി ഒരു കാവലാളിനെ പോലെ തലയുയർത്തി അങ്ങനെ നിൽക്കുകയാണ് കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലോസ് കോട്ട. ത്രികോണത്തിന്റെ ആകൃതിയിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. 1498 കേരളത്തിലെത്തിയ വാസ്കോഡഗാമയ്ക്ക് കോലത്തിരി രാജാവാണ് കച്ചവടത്തിനായി ഇങ്ങനെയൊരു സ്ഥലം അനുവദിച്ചു കൊടുത്തത്. 1505 പോർച്ചുഗീസ് നാവികനായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ഇവിടെ ഒരു കോട്ട പണിയാനുള്ള അനുമതിയും നൽകി. 1505 ഒക്ടോബർ 23 നിർമ്മാണാനുമതി നൽകിയത്. തൊട്ടു പിറ്റേന്ന് തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായി മരത്തിലാണ് ഒരു കോട്ട നിർമ്മിച്ചത്. അൽമേഡ വൈസ്രോയിയായി സ്വയം അവരോധിച്ച് ഇവിടുത്തെ ഭരണവും തുടങ്ങി. 1507 കല്ലുകൊണ്ടുള്ള കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. 2 വർഷം കൊണ്ട് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. കോട്ടമതിലിൽ പലയിടത്തായി കിളിവാതിലുകൾ കാണാം. അവിടെയെല്ലാം വലിയ പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നു. സമുദ്ര തിരമാലകളിലൂടെ കോട്ടയിലേക്ക് വരുന്ന ശത്രുക്കളെ നോക്കി ഈ പീരങ്കികൾ തീതുപ്പും. നിസ്സഹായതയോടെ കടലിൽ ഒടുങ്ങാനാവും ആ ശത്രു സൈനികരുടെ വിധി. നമുക്ക് മുന്നിലായി നീളത്തിൽ കിടക്കുന്ന സുന്ദരമായ ഒരു നിർമ്മിതി കാണുന്നില്ലേ? അതാണ് കുതിരകളെ പാർപ്പിക്കുന്ന ഇടം. ഇതിന് തൊട്ടടുത്തായി പട്ടാള ബാരക്കുകളുമുണ്ട്. കോട്ടയുടെ പ്രതാപകാലത്തെക്കുറിച്ച് വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഇവിടെയെല്ലാം കുതിരകളുടെ കുളമ്പടിയും ചിനക്കലും മുഴങ്ങിക്കേൾക്കാം. ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് കണ്ണൂർ കോട്ടയൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയും മനോഹരമായ നിർമ്മിതികൾ വേറെ എവിടെയാണ് ഉണ്ടാവുക? ഒട്ടേറെ സിനിമകളിലെ പാട്ടുരംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. സമാന്തരമായ 2 ഹാളുകളായിട്ടാണ് ഈ കുതിരലായം നിർമ്മിച്ചിരിക്കുന്നത്. പകൽ വെളിച്ചം ഉള്ളിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അടച്ചിട്ട ഒട്ടേറെ ഇരുമ്പ് വേലികൾ ഇവിടങ്ങളിലെല്ലാം കാണാം. ഇവ ചിലപ്പോൾ കാരാഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭണ്ഡാരപ്പുരകളായിരിക്കാം.
കെട്ടിടങ്ങൾക്കെല്ലാം എന്തോ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. കോട്ടയ്ക്കുള്ളിൽ പലയിടങ്ങളിലായി ധാരാളം കിണറുകൾ കാണാം. അവയിൽ ചിലത് നിഗൂഢമായ ഗുഹാമുഖങ്ങളായിരിക്കാം. കോട്ടമതിലിൽ ഇത്തരം ചില വാതിലുകൾ കാണാം. സൈനിക നീക്കത്തിനോ ചരക്ക് നീക്കത്തിനോ ഉള്ള വഴികളായിരിക്കാം ഇത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ബഹ്റൈനിലെത്തി അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് കൂട്ടുകാർ. ഫാമിലി ട്രിവാൻഡ്രം, തിരുവനന്തപുരം, ഒരുക്കുമ്പോഴാണ് യഥാർത്ഥ സ്ഥലം. ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നതാണ് കണ്ണൂർ കാണാനായിട്ട്. ഇവിടെ എത്തിയാ? ഇന്നെത്തിയ ഇന്ന് രാവിലെ വന്ന് വന്ദേ ഭാരതിൽ വന്നു. വന്ദേ ഭാരത്. ഓക്കെ ഓക്കെ. ഇന്ന് പോകും? ഇന്ന് പോവില്ല, ഞങ്ങളൊരു 3 ദിവസത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ. ഇതുപോലുള്ള കൂട്ടായ്മകളും യാത്രകളുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളയാളാണ് ഇതിൻ്റെ ആതിഥേയനും സംഘാടകനും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ മതിൽ എത്ര കനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കുന്നിടത്തൊക്കെ വലിയ പീരങ്കികളും പീരങ്കി ഉണ്ടകളും. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി അതിങ്ങനെ കുത്തി നിർത്തിയിരിക്കുക. ഈ സ്റ്റെപ്പിലൂടെ കയറിപ്പോകുന്നതായിരിക്കാം പണ്ടത്തെ വൈസ്രോയിയുടെ വീട്. സ്റ്റെപ്പിൻ്റെ തുടക്കത്തിലും സ്റ്റെപ്പിൻ്റെ അവസാനത്തിലും എല്ലാം പീരങ്കിയുണ്ട്. വൈസ്രോയിനെ തട്ടാൻ ആരെങ്കിലും മുകളിലേക്ക് പോകുന്നതായിട്ട് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കും. മുകളിലെത്തുമ്പോഴേക്കും ഉന്നം പോലെ പൊടിവാറിയിട്ടുണ്ടാവും. പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിന്നീട് ഡച്ചുകാർ കൈയടക്കി. ഇവിടെ കച്ചവടം ലാഭകരമല്ലാത്തതിനാൽ ഡച്ചുകാർ പിന്നീട് ഈ കോട്ട അറക്കൽ രാജവംശത്തിന് 1,00,000 രൂപയ്ക്ക് വിറ്റു. പിന്നീട് ബ്രിട്ടീഷുകാർ യുദ്ധത്തിലൂടെ ഈ കോട്ട കൈവശപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. കണ്ണൂർ കോട്ടയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.